I'm Selva. I am a third year BCom student from Ammal College. Now I am going to conduct a seminar on the topic Engagement Earned Leave. Simple, Engagement Earned Leave means getting paid for unused leave. In this session, I explain Introduction to Engagement Earned Leave and if leave is encashed, how it is treated in income tax. So, let's start. Encashment earned leave salary. As per the service contract and disciplines, normally every employee is allowed certain period of leave with pay every year. Such leave may be availed during the year or accumulated by the employee. The accumulated leave lying to the credit of an employee may be availed subsequently or encashed. When an employee receives an amount for waiving leave lying to his credit, such amount is known as leave salary encashment. അപ്പോൾ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് അല്ലെങ്കിൽ ലീവ് സാലറി എന്നാൽ ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഗവൺമെന്റോ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റോ ആയാലും ശരി, നമ്മളൊരു വർഷത്തിൽ നിങ്ങൾ എത്ര ലീവ് എടുത്തോ എന്ന് നമ്മളോട് സ്ഥാപനത്തിൽ നിന്ന് പറയും. ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാപനം എന്നോട് പറയാണ്, ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 20 ലീവ് എടുക്കാം. ലീവ് എടുത്താലും എൻ്റെ സാലറിയിൽ നിന്ന് ഒരു രൂപ പോലും കുറയ്ക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും ആ ഒരു ഫുൾ ലീവ് അങ്ങനെ എംപ്ലോയീസിന് ഇങ്ങനെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് ബെനിഫിറ്റ് ആക്കി എടുക്കും. ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും പ്രൈവറ്റ് എംപ്ലോയീസ് ആയാലും അങ്ങനെ ലീവ് എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനും പ്രൈവറ്റിനും കൊടുക്കുന്ന ഒന്നാണ് ലീവ് സാലറി. അതായത് ആ ലീവ് ഉള്ള ദിവസങ്ങളിൽ അവർ ലീവ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിലെ സാലറി, ആ ദിവസത്തേക്കുള്ള സാലറി അധികം കൊടുക്കും. സാധാരണ കൊടുക്കുന്ന സാലറിയേക്കാൾ ലീവ് എടുക്കാത്ത ദിവസത്തേക്കുള്ള സാലറി കൂടുതൽ കൊടുക്കും. അതിനാണ് ലീവ് സാലറി എന്ന് പറയുന്നത്. If earned leave salary is encashed, how should it be treated in income tax? അങ്ങനെ ഒരു ഏൺഡ് ലീവ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇൻകം ടാക്സിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലീവ് സാലറി ഈസ് പെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് ലീവ് എൻകാഷ്മെന്റ് ഡ്യൂറിംഗ് സർവീസ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെന്റ്. At the time of encashment during service, leave salary during continuation of service is fully taxable in case of government employees as well as encashment after retirement. എൻകാഷ്മെന്റ് ആഫ്റ്റർ റിട്ടയർമെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റ് ആണ്, പ്രൈവറ്റ് എംപ്ലോയീസിന് ടാക്സബിൾ ആണ്. Private employees are eligible for exemption. Private employees 10 months salary on the conditions of average salary drawn by the employee during 10 months immediately preceding his retirement. അതായത് ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്തെ തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറി കാണുക. ഇപ്പോൾ ഒരാൾ 2020 ജാനുവരി 1 റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ 2019 മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള 10 മാസം, അതായത് ആ ലാസ്റ്റ് കിട്ടിയ സാലറിയുടെ ആവറേജ് കണ്ട് അതിൻ്റെ 10 മാസം സാലറി.
ഓക്കെ, അപ്പോൾ പറഞ്ഞത് എൻകാഷ്മെൻറ്റ് ചെയ്യാനൊരു ലീവ്. അപ്പോൾ എൻകാഷ്മെൻറ്റ് ചെയ്യാനൊരു ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ അൺയൂസ്ഡ് ലീവ് ഡേയ്സ്. സെക്കൻഡ് പറഞ്ഞത് എൻകാഷ്മെൻറ്റ് ലീവ് ഈസ് പെയ്ഡ് 2 ways ആണ്. അത് ഫസ്റ്റ് വൺ എൻകാഷ്മെൻറ്റ് ഡൂയിങ് സർവീസ്, സെക്കൻഡ് വൺ എൻകാഷ്മെൻറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. മൂന്നാമത് പറഞ്ഞത് ഗവൺമെൻറ് എംപ്ലോയീസിന് ടാക്സ് ഫ്രീ ആണ്, പ്രൈവറ്റ് എംപ്ലോയീസ് ടാക്സബിൾ ആണ്. നാലാമത് പറഞ്ഞത് ദർ ആർ 4 കണ്ടീഷൻ ഫോർ എക്സംഷൻ ഓഫ് പ്രൈവറ്റ് എംപ്ലോയീസ്. താങ്ക് യു.